Good afternoon. Good afternoon. Okay, കുറച്ച് ദിവസമായില്ലേ നമുക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മള് വെന്റിലേറ്ററല്ലേ പഠിച്ചോണ്ടിരുന്നേ? അതെ മിസ്സേ. വെന്റിലേറ്റർ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കി. നമ്മള് എവിടെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ അതെന്ന് വെച്ചാൽ നമ്മള് ലോങ് പീരീഡ് ആണ് കേട്ടോ. പ്രൊലോങ്ഡ് ഓർ ലോങ്ങർ പീരീഡിൽ ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ആ ഒരു പേഷ്യന്റിന് ഉണ്ടാകുന്ന റിസ്കുകൾ, എന്തൊക്കെ റിസ്കുകളാണ് ഉണ്ടാകുന്നത് പറഞ്ഞത്. അതിന് നമ്മൾ ഫസ്റ്റത്തെ 3 നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? എന്തൊക്കെ റിസ്കുകളാണ് ആ ഒരു പേഷ്യന്റിന് ഉണ്ടാകുന്നത്? ഏതൊക്കെയാണ്? ഫസ്റ്റ് ഏതായിരുന്നു? കേൾക്കുന്നില്ലേ നിങ്ങള്? ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ അത് നമ്മൾ പറഞ്ഞു ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ്, ഒരു കുറച്ച് നാള് ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ ആ ഒരു പേഷ്യന്റിന് ഫ്യൂച്ചർ സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. അത് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഫസ്റ്റ് 3 നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? എന്തൊക്കെ റിസ്കുകളാ പറഞ്ഞത്? ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഇറിറ്റേഷൻ, വോക്കൽ കോർഡ്സ് ഇഷ്യൂസ്. ഇത് 3 നമ്മൾ പറഞ്ഞത് അല്ലെ? ഇൻഫെക്ഷൻ ഉണ്ടാവാം. പ്രൊലോങ്ഡ് പീരീഡില് ആ ഒരു പേഷ്യന്റ് വെന്റിലേറ്റർ ആയിരിക്കുമ്പോൾ ആ ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. One of the main risks being on ventilator with a breathing tube is infection. Fluid and mucus develop in throat and windpipe can permit എന്തുണ്ടാവുന്നു? germs to pile up on the breathing tube. ആ breathing tube germs അവിടെ അടിഞ്ഞുകൂടാൻ ചാൻസ് ഉണ്ട്. These germs can then move into lungs. ആ germs ലങ്സിലേക്ക് നീക്കുന്നു. This can increase the risk of developing pneumonia. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ലങ്സിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ വരുമ്പോ അതിന്റെ ഫലമായിട്ട് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സൈനസ് ഇൻഫെക്ഷൻ ആർ ഓൾസോ യൂഷ്വൽ വിത്ത് ബ്രീത്തിങ് ട്യൂബ്. സൈനസ് ഇൻഫെക്ഷനും ബ്രീത്തിങ് ട്യൂബിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഇൻഫെക്ഷൻ പറഞ്ഞു. രണ്ടാമത്തെയാണ് ഇറിറ്റേഷൻ. The breathing tube can tap against and irritate the throat or lungs. ഇറിറ്റേഷൻ ഉണ്ടാകും അല്ലെ? ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ കുഴല് നേരെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ നമുക്ക് പേഷ്യന്റിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ഇറ്റ് ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ്. എന്നിട്ട് ചുമയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, ഇനി അടുത്തതാണ് വോക്കൽ കോഡ് ഇഷ്യൂസ്. മൂന്നാമത്തെ, എ ബ്രീത്തിങ് ട്യൂബ് ഗോസ് ത്രൂ ദ വോക്കൽ വോയിസ് ബോക്സ് ഓർ ലാരിക്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് വോക്കൽ കോഡ്സ്. നമ്മൾ വോയിസ് ബോക്സിന് ഈ ബ്രീത്തിങ് ട്യൂബ് വോയിസ് ബോക്സ് ഇവിടെ അല്ലെങ്കിൽ ലാരിക്സിൽ ഇടുമ്പോൾ കൂടെ പോകുമ്പോൾ എന്താ? ദിസ് ഈസ് വൈ ദ പേഷ്യന്റ് cannot speak when being on ventilator. ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റുമോ? ഈ ട്യൂബ് ഇങ്ങനെ വായിക്കൂടെ ഇട്ടേക്കുമ്പോഴ് ആ ഒരു പേഷ്യന്റിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ദ ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ഹാം ദ വോയിസ് ബോക്സ്. ബ്രീത്തിങ് ട്യൂബ് എന്തിന് ദോഷാവുന്നു? വോയിസ് ബോക്സിന് ഹാംഫുൾ ആവുന്നു. ദ ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ഹാം ദ വോയിസ് ബോക്സ്. വോയിസ് ബോക്സിന് ഒരു എന്താ? ഈ ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ ഇടുന്നത് വോയിസ് ബോക്സിന് ഒരു ഹാംഫുൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫോർത്ത് വൺ ആണ് പൾമോണറി എഡിമ. പൾമോണറി എഡിമ നോക്കി എന്താ നോക്കിയേ? പൾമോണറി എഡിമ, the air sac in the lungs can get filled up with fluid ആണ് ട്ടോ. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ, നിങ്ങളുടെ ആ പ്രിന്റഡ് നോട്ടിൽ ഒന്ന് കറക്റ്റ് ചെയ്തേ. ഫ്ലൂയിഡ്സ്, FLUIDS, fluids. The air sac in the lungs can get filled up with ഫ്ലൂയിഡ്. ഈ ലങ്സിലെ ശ്വാസകോശത്തിലെ എയർ സാക്സ് വായു സഞ്ചികളില് അവിടെ ഫ്ലൂയിഡ് കൊണ്ട് ഫില്ല് ചെയ്യാണ്, ദ്രാവകങ്ങൾ കൊണ്ട് നിറയുന്നു. അതിനാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, the air sac in the lungs can get filled up with fluid. ലങ്സിലെ എയർ സാക്സ് വായു അറകള്
വായുസഞ്ചികളിലൊക്കെ ഈ ഒരു ഫ്ലൂയിഡ് വന്ന് ഫില്ല് ചെയ്യുന്ന ഒരവസ്ഥ, പൾമണറി എഡിമ. നെക്സ്റ്റ് ആണ് ബ്ലഡ് ക്ലോട്ട്സ്. Blood clots laying in the same position for a long time can enhance the risk of blood clotting forming. നമ്മൾ നോക്കിയേ, ലേയിങ് ഓൺ ദ സെയിം പൊസിഷൻ, ഒരേ ഒരു പൊസിഷനിൽ കുറെ സമയം നമ്മൾ കിടക്കുന്നത്. ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനോ നീങ്ങാനോ ഒന്നും പറ്റില്ലല്ലോ, ജസ്റ്റ് അങ്ങനെ തന്നെ കിടക്കണം. ആ ട്യൂബൊന്നും എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊന്നും കിടക്കാനോ അതൊന്നും പറ്റില്ല. അപ്പൊ അതങ്ങനെ കുറെ ആ ഒരു സെയിം പൊസിഷനിൽ തന്നെ കുറെ സമയം കിടക്കുമ്പോൾ അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിന് വരുന്ന സൈഡ് എഫക്ട്സ് വരുന്നതാണ് ബ്ലഡ് ക്ലോട്ട്. ഒരേ സ്ഥാനത്ത് ഒരേ പൊസിഷനിൽ തന്നെ നമ്മൾ കുറെ ടൈം കിടക്കുന്നത് ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള ഒരു സാധ്യത അവിടെ വർദ്ധിപ്പിക്കുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ബ്ലഡ് ക്ലോട്ട്സ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ പൾമണറി എഡിമ പറഞ്ഞു. പൾമണറി എഡിമ എന്ന് പറഞ്ഞ എന്താ? പൾമണറി എഡിമ എന്ന് പറഞ്ഞ ഏത് സിറ്റുവേഷൻ ആണ്? ഏത് കണ്ടീഷനാണ്? The air in the lungs can get filled up with the fluid. ഇതാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ബ്ലഡ് ക്ലോട്ട്. ഒരേ പൊസിഷനില് നമ്മൾ സെയിം പൊസിഷനിൽ തന്നെ കുറെ നേരം കിടക്കുന്നത് ഒരു ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു സൈഡ് എഫക്ട്സ് ആണ് സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. ഡിമെൻഷ്യ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. DEMENTIA ഡിമെൻഷ്യ കേട്ടിട്ടുണ്ടോ? ഡിമെൻഷ്യ എന്ന് പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ടോ? ഡിമെൻഷ്യ എന്താണെന്നറിയോ? തലച്ചോറിന് ഉണ്ടാകുന്ന എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടോ അല്ലെങ്കിൽ തലയ്ക്ക് ഒരു അടിയൊക്കെ കിട്ടിയിട്ടോ എന്തെങ്കിലും തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു ആഘാതം, അത് ഗുരുതരമായ ഒരു മറവി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ആക്സിഡൻസ് ഒക്കെ ആയ കേസിൽ ഈ ബ്രെയിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മ കുറവുണ്ടാവും, മറവി ഉണ്ടാവും. ആ ഒരു കണ്ടീഷനാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പോ ഈ അടുത്ത് തന്നെ എന്റെ ഒരു എന്താ പറയാ അമ്മാവിന്റെ മോനാണ്. ആ കുട്ടി റോഡ് ക്രോസ് ചെയ്തായിരുന്നു കോതമംഗലത്ത് വെച്ചിട്ട്. നിങ്ങളുടെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടോന്ന് കേട്ടോന്ന് അറിയില്ല. കോതമംഗലത്ത് വെച്ചിട്ട്. അപ്പോ ആള് ജോലിക്ക് വേണ്ടി പോകുമായിരുന്നു. പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തതാ. അപ്പോ പ്രൈവറ്റ് ബസ് വന്ന് നേരെ ഇടിച്ചു. അപ്പോ ആള് അപ്പൊ തന്നെ ഇതായി ക്രിട്ടിക്കലായിരുന്നു. 3-4 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. അത് കഴിഞ്ഞിപ്പോ ആള് കുറച്ച് പൊട്ടലുമൊക്കെ ഉണ്ട്, കാലിന്റെ അവിടെ പൊട്ടുണ്ട്, ഷോൾഡറിന്, വാരിയലുകൾക്ക്, അങ്ങനെ ആ ഒരു വന്ന് ഇടിച്ച ആ ഒരു സൈഡാണ് ഇങ്ങനെ ആൾക്ക് കൂടുതൽ ഇത് പറ്റിയത്. പിന്നെ ബ്രെയിനിന്റെ ഇവിടെ തലയോട്ടിക്ക് പൊട്ടലും ഉണ്ടായിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നെ ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു. ചെന്നപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്നുള്ള ഒരു അവസ്ഥയെ പറഞ്ഞത്. പിന്നെ ആള് പിന്നെ വേഗം വെന്റിലേറ്ററിലേക്ക് മാറ്റി. സർജറി ചെയ്ത് കഴിഞ്ഞ് 4 ദിവസത്തോളം വെന്റിലേറ്ററിൽ കിടന്ന് ആള് നോർമലായി ഇപ്പൊ ഡിസ്ചാർജ് ആയി വീട്ടിലുണ്ട്. പക്ഷെ ആൾക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു നമ്മൾ ആ ഇടിച്ചതിന്റെ ഒരു ഇത് ബ്രെയിനാണല്ലോ ഇത് പറ്റിയത്, പൊട്ടല് വന്ന. അപ്പൊ അതിൻ്റെതായ ഒരു ഓർമ്മ കുറവുണ്ട്. പക്ഷെ ഇത് ഡിമെൻഷ്യ എന്ന് പറയാതെ ഞാനത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ജസ്റ്റ്. അപ്പൊ ആളിപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി കണ്ടിരുന്നു. അപ്പൊ നമ്മളെയൊക്കെ ഓർക്കുന്നുണ്ട്, പക്ഷേ അവിടെ എന്താണ് ഇപ്പൊ ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായേ അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്ക്. അങ്ങനെ ഒരു മറവി ഇതാണ്. നോർമൽ ഇതിലേക്ക് വന്നിട്ടില്ല. നിങ്ങളുടെ കേസില് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നമുക്ക് നല്ല ബ്രെയിനിന് പെട്ടെന്ന് ഒരു ആഘാതമൊക്കെ ഏൽക്കുമ്പോൾ അവർക്ക് ആ ഒരു നോർമല് ഒരു മെമ്മറി ഓർമ്മ കിട്ടില്ല. അവർക്ക് മറന്നു പോകും. നമ്മള് ഇങ്ങനെ പല കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓർക്കാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജ് ആണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഡിമെൻഷ്യ തലച്ചോറിന് ഏൽക്കുന്ന ഒരു ബ്രെയിനിന് ഉണ്ടാകുന്ന ഒരു ആഘാതം മൂലം ഗുരുതരമായിട്ട് മറവി ഉണ്ടാകുന്ന ഒരു ഇതിനാണ്
ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ ആണ് ഇവിടെ പറയുന്നത്. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. ഓക്കെ, this can be resulted by sedatives and many other medication provided to an individual who is on a ventilator with a breathing tube. This can be resulted by the sedatives. നമ്മള് കുറെ സെഡേറ്റീവ്സുകള്, ഈ സെഡേഷൻ കൊടുക്കുന്ന സെഡേറ്റീവ്സ്, അതുപോലെ മെഡിക്കേഷൻ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് provided by an individual who is on the ventilator with a breathing tube. Breathing tube വെച്ചിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിന് ഈ സെഡേറ്റീവ്സും അതുപോലെ തന്നെ മരുന്നുകളൊക്കെ അധികം മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഡിമെൻഷ്യ, സെഡേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡിമെൻഷ്യ. അതാണ് കേട്ടോ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നമ്മൾ മറന്നു പോകുന്ന ഒരു കണ്ടീഷനാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് കേട്ടോ. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. ബ്രീത്തിങ് ട്യൂബ് ഇട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് സെഡേറ്റീവ്സും അതുപോലുള്ള മറ്റു പല മെഡിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ ആ സെഡേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ഓർമ്മക്കുറവ്, അതാണ് സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതിക്കേ, ഒന്ന് ഡിമെൻഷ്യ, DEMENTIA, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോട്ടോ. Dementia. 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 Is a term. TER. Dementia is a term used to describe a group of symptoms affecting affecting memory, thinking and social abilities. Memory, thinking and social abilities. Dementia is a term used to describe a group of symptoms affecting memory, thinking and social abilities. ഇതാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഡിമെൻഷ്യ ഇവിടെ പറഞ്ഞേക്കുന്നത് സെഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിമെൻഷ്യ ആണ് കേട്ടോ. ആക്സിഡന്റ് പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉള്ളതല്ല, സെഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിമെൻഷ്യ. ഇതിന്റെ എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ബ്രീത്തിങ് ട്യൂബ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഒരു പേഷ്യന്റിന് സെഡേറ്റീവ്സും അതുപോലെ തന്നെ മെഡിക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അത് കാരണം ആ മരുന്നിന്റെ സെഡേഷൻസ് ഒക്കെ കാരണം ഒരു മറവി ഇതൊക്കെ ഉണ്ടാകുമല്ലോ, അതുമൂലം ഉണ്ടാകുന്ന ഒരു ഇതിനാണ് സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. ഇതും ഒരു സൈഡ് എഫക്ട്സ് ആയിട്ട് പറയാം. നെക്സ്റ്റ് ആണ് ഫ്ലൂയിഡ് ഓവർലോഡ്. ഫ്ലൂയിഡ് ഓവർലോഡ്. This can be caused by continuous infusion, drug toxicity. പിന്നെ നെക്സ്റ്റ് ആൻഡ് റീനൽ ഫെയിലിയർ. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ് ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറയുന്നത്? ദിസ് ക്യാൻ ബി കോസ്ഡ് ബൈ ദ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻസ് വെച്ചാൽ പകർന്നൊഴിക്കുക, നൽകുക എന്നുള്ള മീനിങ് ആണ്. കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ഏതൊക്കെയാണ്? മരുന്നുകൾ, ഡ്രഗ് ടോക്സിസിറ്റി. ടോക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷാംശം, മരുന്നുകളിലുള്ള ഒരു വിഷാംശം, പിന്നെ അതുപോലെ റീനൽ ഫെയിലിയർ ഒക്കെ മൂലമാണ് ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരുന്നത്. എന്നിവ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഡ്രഗ് ടോക്സിറ്റി ആൻഡ് റീനൽ ഫെയിലിയർ. നെക്സ്റ്റ് ആണ് ലങ് ഇഞ്ചുറി. എ വെന്റിലേറ്റർ ക്യാൻ കോസ്
ലങ് ഡാമേജ്. പിന്നെ നമ്മൾ ഈ വെന്റിലേറ്റർ കുറെ നാളത്തെ കാര്യമായിട്ട് പറഞ്ഞതാണ്. പ്രൊലോങ്ഡ് ഓർ ലോങ്ങർ പീരീഡില് വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ആണ്. എ വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ്, ലങ്സിന് ഡാമേജ് ഉണ്ടാകും. This can occur for several reasons. ഇത് പല റീസൺസ്, പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ലങ് ഇഞ്ചുറി. ഫസ്റ്റ് ഒന്നാമത്തെ തന്നേക്കുന്നത് എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. ഈ ലങ്സിലെ, ശ്വാസകോശത്തിലെ എയർ പ്രഷർ സാധാരണ ആ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നു. ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്, ആ നോർമൽ ലിമിറ്റിലും അപ്പുറത്തേക്ക് പോകുന്നു. പിന്നെ രണ്ടാമത്തെ നോക്കിയേ, എയർ സീപ്പ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. ഓക്കെ, എയർ ഏതിന്റെ ഇടയിലേക്ക് വരുന്നു? സ്പേസ്. സീപ്പ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ ലങ്സിനും ചെസ്റ്റ് വാളിനും ഇടയിൽ ആ എയർ കടക്കുന്നു. ചെസ്റ്റിനും ലങ്സിനും ചെസ്റ്റ് വാളിനും ഇടയ്ക്ക് ആ എയർ ഫില്ലാവുന്ന ഒരു ഇത്. പിന്നെ ഓക്സിജൻ ടോക്സിറ്റി. ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. ലങ്സിൽ കൂടുതൽ, ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ നിറയുന്നു. ഇതൊക്കെ ഏതിനാണ്? ലങ് ഡാമേജിന് കാരണമാകും. ആ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ലങ് ഇഞ്ചുറി എന്ന് പറയുന്ന ഇതും ഈ കുറെ നാള് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് വരുന്നതാണ് ലങ് ഇഞ്ചുറി. വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ്. ദിസ് ക്യാൻ ഒക്കർ ഫോർ സെവറൽ റീസൺ. ലങ് ഡാമേജ് ഉണ്ടാകാനുള്ള കുറച്ച് കാര്യം പറഞ്ഞേക്കുന്നത്. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. എയർ പ്രഷർ, ശ്വാസകോശത്തിലുള്ള എയർ പ്രഷർ നോർമൽ ലിമിറ്റിലും അപ്പുറത്തേക്ക് പോകുന്നു. പിന്നെ അടുത്ത എയർ സീപ്പ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. ലങ്സിനും ചെസ്റ്റ് വാളിന്റെ ഇടയിൽ എയർ നിറയുന്നു. പിന്നെ ഓക്സിജൻ ടോക്സിറ്റി. ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്, അതിനാണ് ഓക്സിജൻ ടോക്സിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഓക്സിജനേക്കാളും കൂടുതൽ അളവിൽ ഓക്സിജൻ ലങ്സിൽ നിൽക്കുന്ന ഒരു ഇത്, ഓക്സിജൻ ടോക്സിറ്റി. ഇതൊക്കെ ലങ് ഡാമേജിന് കാരണമാകും. ഇനി നോക്കിയേ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇത് നോക്കണം കേട്ടോ. ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിന് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സുകൾ ഏതെല്ലാം, സൈഡ് എഫക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. ഇൻഫെക്ഷൻ പറഞ്ഞു, ഇറിറ്റേഷൻ പറഞ്ഞു, വോക്കൽ കോഡ് ഇഷ്യൂസ് പറഞ്ഞു. ഇന്ന് നമ്മൾ പറഞ്ഞത് പൾമണറി എഡിമ, ബ്ലഡ് ക്ലോട്ട്, പിന്നെ സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ് ഇഞ്ചുറി. ഇതൊക്കെ സൈഡ് എഫക്ട്സ് ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ്, ഇതും എന്താ പറയാ ഇമ്പോർട്ടന്റ് തന്നെയാണ്. Who attends to the patient on a medical ventilator? ഒരു മെഡിക്കൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ പരിചരിക്കുന്നത് ആരൊക്കെയാണ്? അറ്റൻഡ് ചെയ്യുന്നത്? Who attends to the patient on a medical ventilator? Okay. The patients who are mechanically ventilated, കെയർ പ്രൊവൈഡേഴ്സ് ലൈക്ക് ആരൊക്കെയാണ് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയെ അറ്റൻഡ് ചെയ്യുന്നത്? ഓക്കെ, ആരൊക്കെയാണ്? ഫിസിഷ്യൻ. ഫസ്റ്റ് ആണ് ഫിസിഷ്യൻ, PHYSICIANS, ഫിസിഷ്യൻ. ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണ് ഫിസിഷ്യൻ. പിന്നെ അനസ്തെറ്റിസ്റ്റ്. അനസ്തെറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? അനസ്തേഷ്യയിലൊക്കെ ഇതായിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെ. മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് who administrate anesthetics. ഇതാണ് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി വെച്ചേ. ഫിസിഷ്യൻ അറിയാലോ, മെഡിക്കൽ ഡോക്ടറാണ് ഫിസിഷ്യൻ. രണ്ടാമത്തെ ആണ് അനസ്തെറ്റിസ്റ്റ്, ANESTHETIST, അനസ്തെറ്റിസ്റ്റ്. A medical specialist, a medical specialist who administrates ADMINISTERS, administrators anesthetics, ANAESTHETICS
TICS. A medical specialist who administers anesthetics. ANAESTHTICS. ഇനി അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞു ഫിസിഷ്യൻ ഉണ്ട്, സെക്കൻഡ് വൺ ആണ് അനസ്തെറ്റിസ്റ്റ്, പിന്നെ അടുത്തതാണ് പൾമണറി സ്പെഷ്യലിസ്റ്റ്. പൾമണറി സ്പെഷ്യലിസ്റ്റ് ആരാ? പൾമണറി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വരുന്ന പൾമണറി ലങ്സിന്റെ കണ്ടീഷൻസ് ഒക്കെ നോക്കുന്ന അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന സ്പെഷ്യൽ ഡോക്ടറാണ് പൾമണറി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി വെച്ചേ. ഇസ് എ ഡോക്ടർ, പൾമണറി സ്പെഷ്യലിസ്റ്റ് ഇസ് എ ഡോക്ടർ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ്. ഇറ്റ്സ് എ ഡോക്ടർ ഹു സ്പെഷ്യലൈസ് in lung condition. Lungs condition. A doctor who specialized in lung condition. Next ആണ് ഫിസിയോതെറാപ്പിസ്റ്റ്. കേട്ടിട്ടില്ലേ ഫിസിയോതെറാപ്പിസ്റ്റ്? ആരാ ഫിസിയോതെറാപ്പിസ്റ്റ്? ആരാ? ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്താ ചെയ്യുന്നേ? ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? അവര് പേഷ്യൻസിന്റെ ഒക്കെ പേഷ്യൻസിന്റെ ഒക്കെ ഇപ്പൊ നമ്മളെ കൈക്കൊക്കെ ഒരു പൊട്ടൽ വന്നു, നമ്മളെ ഡോക്ടർ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ചെയ്യും. അവര് ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുമല്ലേ? ചെറിയ എക്സസൈസുകൾ കൈയൊക്കെ നിവർത്താ വിടത്താ അല്ലെങ്കിൽ ചെരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അവര് നോർമൽ കണ്ടീഷനിലേക്ക് മാറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ലങ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വെന്റിലേറ്റർ കിടക്കുന്ന ഒരാളുകൾക്ക് ആണെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റും അവരെ ട്രീറ്റ് നോക്കും. എന്നുവെച്ചാൽ ശ്വാസം അവര് പറയും ഇങ്ങനെ അത് നോർമൽ ബ്രീത്തിങ് ആകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട ഒരു ചെറിയ ഒരു എക്സസൈസ് ആണ്. ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇത്രയും ദിവസം വെന്റിലേറ്ററിലൊക്കെ കിടന്നിട്ട് പിന്നെ വെന്റിലേറ്റർ മാറ്റുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നോർമലായിട്ട് അവരെ ആശ്വസിക്കാനായിട്ട് അവരെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. അവരപ്പോ പറയും അതൊക്കെ ശ്വാസം ഒന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക അല്ലെങ്കിൽ വിടുക, അങ്ങനെ ചെറിയ ചെറിയ ഒരു എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പേഷ്യന്റിന്റെ നോർമൽ അവരുടെ ആ ഒരു ബ്രീതിങ് ഇതിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. ഓക്കെ, അപ്പൊ തന്നെ എഴുതി വെച്ചോ ഫിസിയോതെറാപ്പിസ്റ്റ്. Physiotherapist. Physiotherapist. Physiotherapist works with the patients. Works with the patients to help them. Manage pain, 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 vedana. Manage pain, comma, balance, 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 comma, mobility, 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 and motor function. Physiotherapist work with the patient to help them manage pain, balance, mobility, and motor functions. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒന്നിങ്ങനെ എന്താ പറയാ കൈയൊക്കെ ഒടിഞ്ഞോ അല്ലെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് കൈ നിവർത്താൻ പറ്റില്ല. കാലിന് പൊട്ട് വന്നു കഴിഞ്ഞാല് ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവർക്ക് ചവിട്ടിക്കുത്തി നടക്കാൻ പറ്റില്ല. അപ്പോ ഫിസിയോതെറാപ്പി ചെയ്ത് പതുക്കെ ആ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോർമല് ആ പേഷ്യൻസിന്റെ വേദനയൊക്കെ കുറച്ച് അതുപോലെ തന്നെ അവരുടെ ബാലൻസിനും അവർക്ക് നടക്കാനൊക്കെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. പിന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്.
റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് അതുപോലെ തന്നെ ലങ്സിനാണ് അദ്ദേഹം ഇങ്ങനെ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ പേഷ്യന്റിന്റെ ബ്രീത്തിങ് നോർമൽ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. അതും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. Respiratory therapists are certified medical professionals, who treat problems with your lungs, or breathing. Respiratory therapists are certified medical professionals who treat problems with your lungs or breathing. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു. ആൻഡ് നേഴ്സസ്, പിന്നെ നേഴ്സുകൾ ആർ ലീബിൾ ടു ടേക്ക് കെയർ ഓഫ് ദം. അവരെ കെയർ കൊടുക്കുന്നത്, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ പരിചരിക്കുന്നത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആരെല്ലാമായിരുന്നു? ഫിസിഷ്യൻ, അനസ്തെറ്റിസ്റ്റ്, പൾമോണറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് നേഴ്സസ് ആർ ലീബിൾ ടു ടേക്ക് കെയർ ഓഫ് ദം. ഓക്കെ, അപ്പൊ ആരൊക്കെയായിരുന്നു ജിനോ മെഡിക്കൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നത്? ആരൊക്കെയാ? Physicians, anesthetists, pulmonary specialists, physiotherapists, respiratory therapists, and nurses. അപ്പൊ അതിനകത്ത് ചോദിക്കാം കേട്ടോ, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ലാസ്റ്റ് വൺ. The administration must make sure. Administration എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഉറപ്പുവരുത്തേണ്ടത്? ഇത് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിന് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, 4 പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ, the preventive maintenance of equipment to be done periodically. The preventive maintenance of equipments. ആ വെന്റിലേറ്റർ അതൊരു മെഷീൻ അല്ലേ? ആ ഒരു മെഷീന്റെ എക്യുപ്മെന്റ്സ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പീരിയോഡിക്കലി ചെയ്യണം. അതായത് നമ്മളത് ചീത്തയാവണേക്കാൾ മുന്നേ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പീരിയോഡിക്കലി കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അതാണ് ഒന്നാമത്തെ. അത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. വെന്റിലേറ്ററിന് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് നടക്കണം. ആ എക്യുപ്മെന്റിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് നടക്കണം. ടു ബി ഡൺ പീരിയോഡിക്കലി. ഓക്കെ, ദ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് ദ എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. സെക്കൻഡ് വൺ നോക്കേ, obtainability of well-trained staff in care of patient in ventilator. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ അവരെ ഒന്ന് പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് വെൽ ട്രെയിൻഡ് സ്റ്റാഫ് വേണം. ആ സ്റ്റാഫ് തന്നെ ലഭ്യമാക്കണം. സാധാരണ ഒരു നേഴ്സ് പോരാ, നമ്മള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാവുന്ന രീതിയിലുള്ള സ്പെഷ്യൽ ട്രെയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വെൽ ട്രെയിൻഡ് സ്റ്റാഫ് തന്നെ വേണം വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് നോക്കാൻ. അത് അങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യം അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. സാധാരണ ഇപ്പൊ അവിടെയുള്ള നേഴ്സ് അല്ലെങ്കിൽ ലാബിൽ നിൽക്കുന്നവര് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഒന്നും നമ്മൾ ആ പേഷ്യന്റിനെ കെയർ ചെയ്യാൻ അനുവദിക്കരുത്. അവിടെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം. അത്ര ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്നതാണ് അല്ലെ, എമർജൻസി കണ്ടീഷനിൽ കിടക്കുന്നതാണ്. അപ്പൊ ഒരു നോർമൽ ഒരു ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം മതി, ആ ഒരു പേഷ്യന്റ് ജീവൻ തന്നെ അപകടത്തിലാവും. അതുകൊണ്ട് തന്നെ ആ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ അറിയാവുന്ന ഒരു നല്ലൊരു ട്രെയിനിങ് കിട്ടിയ വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ആയിരിക്കണം ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് തേർഡ് നോക്കി, സ്ട്രിക്റ്റ്
പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. അത് അവർക്ക് എന്താണ്, വെന്റിലേറ്റർ പേഷ്യൻസിനെ, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ പരിചരണത്തിന് വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ വേണം. ഓക്കെ, അതൊരു പ്രോട്ടോകോൾ തന്നെ വേണം അവരെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്കൊന്നും ചെയ്യാൻ പാടില്ല. ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ടാവും. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് വേണം അവരെ കെയർ ചെയ്യാനായിട്ട്. ഓക്കെ, സ്ട്രിക്ട് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. അപ്പൊ ആ പ്രോട്ടോകോൾ അനുസരിച്ച് വേണം ആ പേഷ്യൻസിന് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് സഫീഷ്യന്റ് റിസോഴ്സ് ഷുഡ് ബി അവൈലബിൾ. സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ അവൈലബിൾ ആക്കണം. സഫീഷ്യന്റ് റിസോഴ്സ് ഷുഡ് ബി അവൈലബിൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് 4 പോയിന്റ് ഉണ്ട്. നെക്സ്റ്റ് ആരാണ്? ഷാരോൺ എന്ന് വായിച്ചേ 4 The preventive maintenance of a equipment to be done periodically. Obtainability of well-trained staff in care of a patient in a ventilator. Strict protocol the care of a ventilator patient. Sufficient reasons should be available. Sufficient ആയിട്ടുള്ള റിസോഴ്സുകൾ അവൈലബിൾ ആയിരിക്കണം. ജാസ്മിൻ. Yes, teacher. ഒന്ന് വായിച്ചേ ജാസ്മിൻ. The administration. 4 points are, teacher. അഡ്മിനിസ്ട്രേഷൻ, ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് അവര് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതാണ്. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് കേട്ടോ. 4 പോയിന്റ് ആണ് കൊടുത്തേക്കണേ. 4 പോയിന്റ്സ് വായിച്ചേ. The preventive maintenance of equipment to be done periodically. Obtainability of well-trained staff in care of patients in ventilator. Strict protocol the care of ventilator patients. Sufficient resources should be available. Sufficient resources should be available. Sufficient ആയിട്ടുള്ള resource available ആയിരിക്കണം. നവമി വായിച്ചേ. The preventive maintenance of equipment to be done periodically. Obtainability of well-trained staff in care of patients in ventilator. Strict protocol the care of ventilator patients. Sufficient resources should be available. Okay. ഇത്രയും ആണ് നമ്മുടെ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പൊ അശ്വതി മിസ്സിന്റെ തീർന്നോ? കഴിഞ്ഞോ ആ ഒരു ചാപ്റ്റർ? ഇല്ല ടീച്ചർ, ഇന്ന് തുടങ്ങി ലേബർ തീർന്നിട്ടില്ല അല്ലെ? ടീച്ചർക്ക് കഴിഞ്ഞല്ലേ? ഇന്നലെ കഴിഞ്ഞില്ലായിരുന്നോ? എക്സ്ട്രാ നമ്മൾ എടുത്ത ഇന്നലെ കഴിഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നിപ്പോ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത്, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കുറച്ചുണ്ടായിരുന്നോളൂ. ഇന്ന് നമ്മൾ ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് എന്തൊക്കെ റിസ്കുകളാണ്, അവര് സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, അത് നമ്മൾ 1-2 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്കുടെ കാര്യമല്ല കേട്ടോ ഈ പറയുന്നത്. ഒരു പ്രൊലോങ്ഡ് പീരീഡ്, അല്ലെങ്കിൽ ലോങ്ങർ പീരീഡ് വെന്റിലേറ്റർ യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് ഉണ്ടാകാൻ ചാൻസ് ഉള്ള സൈഡ് എഫക്ട്സുകളാണ് ഈ പറയുന്നത്. അതിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം, ഇറിറ്റേഷൻ ഉണ്ടാവാം, വോക്കൽ കോഡ് ഇഷ്യൂസ് ഉണ്ടാകാം, പൾമണറി എഡിമ ഉണ്ടാകാം, പിന്നെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാം. നമ്മൾ സെയിം പൊസിഷനിൽ കുറെ നേരമൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ആവാനാണ്, അതിൽ കൂടെ ബ്ലഡ് ശരിക്കും പാസ് ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാം. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ, സെഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിമെൻഷ്യ, കുറെ സെഡേഷൻസ് ഒക്കെ കൊടുക്കുന്ന മൂലം ഉണ്ടാകുന്ന, മെഡിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന ഒരു ഡിമെൻഷ്യ, തലച്ചോറിന് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ, ഒരു മറവി, എന്തെങ്കിലും ഒരു പ്രശ്നം മൂലം ഒരു ഗുരുതരമായ ഒരു മറവി ഉണ്ടാകുന്ന ഒരു ഇതിനാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ് ഇഞ്ചുറി, ഇത്രയും ഒക്കെ ഉണ്ടാക്കാം. ലങ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ലങ്സിന് ഉണ്ടാകുന്ന ഡാമേജ് ആണ്. അത് എങ്ങനെയാ, പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ഫോർ സെവറൽ റീസൺസ്. ഇവിടെ നോക്കി, എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് പറഞ്ഞതാണ് ബിയോണ്ട് നോർമൽ ലിമിറ്റ്, എയർ സീറ്റ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ, ഓക്സിജൻ ടോക്സിറ്റി, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് നമ്മള്
എന്തൊക്കെ കാര്യങ്ങൾ അവരെ അറ്റൻഡ് ചെയ്യുന്നവര് അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ഫിസിഷ്യൻ, അനസ്തെറ്റിസ്റ്റ്, pulmonary specialist, physiotherapist or respiratory therapist and nurses are enabled to take care of them. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയൊന്ന് വേഗം വായിച്ചു നോക്കിയേ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതാം. ഇന്നും എടുത്തത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. വായിച്ചു കഴിഞ്ഞോ? കുഴപ്പമില്ലല്ലോ, കുറച്ചല്ലേ ഒന്ന് എടുത്തോളൂ. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിയാലോ? ക്വസ്റ്റ്യൻസ് ടെസ്റ്റിൽ ഇട്ടത് ഇനിയിപ്പോ തരണ്ടല്ലോ, അത് നിങ്ങൾക്ക് അത് ഉണ്ടല്ലോ. അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എഴുതാട്ടോ. അപ്പൊ ഇന്നത്തോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ കഴിയും. ഇനി കിട്ടുന്ന ക്ലാസ്സുകൾ നമുക്ക് റിവിഷൻ തന്നെ എടുക്കാം. ഫസ്റ്റും സെക്കൻഡും തേർഡോ നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റർ വീതോ നമുക്ക് എത്ര ദിവസം റിവിഷൻ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഹിസ്റ്ററി, ഇൻട്രൊഡക്ഷൻ, ബ്ലഡ് ബാങ്ക് അത് 3ഉം നിങ്ങളൊന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കോ. നമുക്ക് അതിൽ നിന്ന് ഒന്നുകൂടെ പറയാം. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ പ്രീവിയസ് ഇയറിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് റിവിഷൻ ആയിട്ട് തന്നെ ഇനിയുള്ള ക്ലാസ്സുകൾ പോകാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ നമുക്ക് നിങ്ങളുടെ എക്സാം എന്താ പറയാ എന്നത്തേക്കാന്നുള്ളത് പറഞ്ഞിട്ടില്ല, അറിയിച്ചിട്ട് ഇൻഫർമേഷൻ തന്നിട്ടില്ലല്ലോ, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇട്ടിട്ടില്ലല്ലോ. ഇല്ല. അശ്വതി മിസ്സിന്റെ ഇനിയിപ്പോ നാളെ ഒരു മാസം കൂടി മതിയാവുമായിരിക്കും അല്ലെ, കഴിയായിരിക്കും. പിന്നെ ചിലപ്പോ ഈ ഒരാഴ്ചയോ എങ്ങനെയാന്ന് അറിയില്ല. എന്തായാലും നമുക്കിനിയിപ്പോ എക്സാം എന്ന് വരെയൊക്കെയാന്ന് വെച്ചാൽ അതുവരെ ഇനി എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. നമുക്ക് 2-3 ചാപ്റ്റർ വീതം നോക്കുമ്പോ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിന്റെ ഒപ്പത്തില് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെ പോരെ? ഓക്കെ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ എഴുതിക്കോ കേട്ടോ. ഡാഷ് ഈസ് ആൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Dash is an equipment. Dash is an equipment that assists ASSISTS that assist the lungs work. That assist the lungs work. Dash is an equipment that assists the lungs work. ഏതാണ് എക്യുപ്മെന്റ് ലങ്സിന്റെ വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്നത്? മെഡിക്കൽ വെന്റിലേറ്റർ. മെഡിക്കൽ വെന്റിലേറ്റർ. വെന്റിലേറ്ററിനാണെങ്കിൽ അങ്ങനെ മെഡിക്കൽ വെന്റിലേറ്ററിനാണ് ഓപ്ഷൻ എങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. മെഡിക്കൽ വെന്റിലേറ്റർ.
സെക്കൻഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ? സ്പീഡ് കൂടുതലൊന്നും ഇല്ലല്ലോ. ടീച്ചർ. Dash helps to pump air. Dash helps to pump air in and out of the lungs. Dash helps to pump air in and out of the lungs. ഏതാ ഹെൽപ്പ് ചെയ്യുന്നേ? വെന്റിലേറ്റർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചോ. ഇനിയിപ്പോ എക്സ്ട്രാ സമയം വേണ്ട, ഓരോന്ന് പതുക്കെ നമ്മൾ എഴുതുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ കൂടി പഠിച്ചു നോക്കോ കേട്ടോ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. Third one, the patient's condition is more critical. The patient's condition is more critical dash may be pressed down to the throat. THROAT, throat, to supply lungs with the oxygen. The patient's condition is more critical. Dash may be pressed down to the throat to supply lungs with the oxygen. ഏതാ? ബ്രീത്തിങ് ട്യൂബ്. ബ്രീത്തിങ് ട്യൂബ്. സാധാരണ നോർമൽ ആണെങ്കിൽ, നോർമൽ അല്ല സാധാരണ കേസിലാണെങ്കിൽ മാസ്ക് വെച്ചിട്ട് തന്നെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പേഷ്യന്റിന്റെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആണെങ്കിലാണ് അവിടെ ബ്രീത്തിങ് ട്യൂബ് യൂസ് ചെയ്യുന്നത്, അത് വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ബ്രീത്തിങ് ട്യൂബ് ആൻസർ. ബ്രീത്തിങ് ട്യൂബ്. Next question. If the patient is given general anesthesia, for a surgical procedure. If the patient is given general anesthesia for a surgical procedure, he is required to be on a ventilator, while sleeping. Oh, sorry, അവിടെ ഡാഷ് ഇട്ടില്ലല്ലോ, ഞാൻ നേരെ അങ്ങ് പറഞ്ഞു. Okay, if the patient is given general anesthesia for a surgical procedure, he is required to be on a dash while sleeping. അതാണ് ക്വസ്റ്റ്യൻ. അവിടെ ഒരു ഡാഷ് ഉണ്ട്. ഡാഷ് while sleeping. എന്താ വേണ്ടത്? വെന്റിലേറ്റർ. വെന്റിലേറ്റർ വേണം. ജനറൽ അനസ്തേഷ്യ സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു പേഷ്യന്റിന് വെന്റിലേറ്റർ പ്രൊവൈഡ് ചെയ്യണം. Required to be on ventilator while sleeping.
Next question. A ventilators responsibility is to maintain the dash. Ventilator responsibility is to maintain the dash. Maintain cheyana Patient's breathing. patient's breathing. ഇതൊക്കെ നമ്മള് ക്വസ്റ്റ്യൻസ് ഇട്ടാണ് കേട്ടോ. ഹെൽത്ത് കണ്ടീഷൻ റിക്വയർഡ് ടു വെന്റിലേറ്റർ വേണ്ടി വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഈ ഭാഗത്ത് നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടേക്കുന്നതാണ്. പിന്നെ അതുപോലെ നേരത്തെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഏതൊക്കെയാണ് മൗത്ത് നോസ് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നിന്നും അങ്ങനെ അധികം ഇടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next one. patient on ventilator required to monitor ഏതൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നത് എന്നുള്ളത് ആ ക്വസ്റ്റ്യൻ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബെനിഫിറ്റ്സും നമ്മൾ മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് next question. Blood test may be required to determine blood test may be required to determine the dash. A patient ventilator requires to get monitor for this last നമ്മൾ പറഞ്ഞു blood test പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? May be required to determine Blood oxygen. Blood oxygen in carbon dioxide levels. Next question. What are the risks? When a patient is on a ventilator? What are the risks when a patient is on a ventilator?
What are the risks when a patient is on a ventilator? Options എഴുതിക്കോ. A. Infection. Option B എഴുതാ. Blood clots. CLOTS. Blood clot. Option C. Lung injury. D. All of the above. All of the above. All of the above. എല്ലാം ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. വെന്റിലേറ്റർ ആയിരിക്കുന്ന പേഷ്യൻസിന് ഉണ്ടാവുന്ന റിസ്കുകളിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The main risk, RISKS, main risks being on a ventilator with a breathing tube is dash. The main risk being on a ventilator with a breathing tube is dash. Infection. എന്താണ്? Infection. Very good. Infection. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ആണ്. The main risk being on a ventilator with a breathing tube is infection. Next എഴുതിക്കോ. Fluid and mucus, MUCUS. Fluid and mucus develop in throat, THROAT, throat and windpipe. Fluid and mucus develop in throat and windpipe can permit dash. Germs. എന്തിനു അനുവദിക്കും? germs ഉണ്ടാകാൻ അനുവദിക്കും. Permit germs. The next question. Next. പിന്നെ അതിനകത്ത് ഓരോന്നും the condition in which the air sacs in the lungs, can get filled up with the fluid. The air sac in the lungs can get filled up with the fluid. ആ കണ്ടീഷൻ ഏതാണ്? ഇതിന് പറയുന്ന പേരെന്താണ്?
pneumothorax, pulmonary edema. Which condition is there? അല്ലെങ്കിൽ ഏത് condition ആണെന്ന് ചോദിക്കാം കേട്ടോ. In which condition is the air sacs in the lungs can get filled up with the fluid? ആ ഒരു condition ആണ് pulmonary edema എന്ന് പറയുന്നത്. Pulmonary edema. ഡിമെൻഷ്യ എന്താന്നുള്ളത് ഇപ്പൊ നമ്മള് അതേ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് പിന്നെയുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ മോക്ക് ടെസ്റ്റിലേക്ക് ഇട്ടേക്കാം. 4-5 ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്, അത് മോക്ക് ടെസ്റ്റിൽ ഇടാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ ഇടാൻ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അത് മെഡിക്കൽ വെന്റിലേറ്ററിൽ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കിടക്കുന്ന പേഷ്യൻസിനെ ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നും, പിന്നെ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഷുവർ ആക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും ആ 2 ഭാഗത്തു നിന്നും ഉള്ളതോ ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് 5 ഞാൻ വേറെ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആ ഒരു ചാപ്റ്റർ വെന്റിലേറ്റർ ഇത് അശ്വതി ടീച്ചറിന്റെ ചാപ്റ്റർ ആയിരുന്നു. ശരിക്കും അശ്വതി ടീച്ചർ കൊടുത്ത ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ചാപ്റ്റർ തീർത്താലാണ് നമുക്ക് റിവിഷനും കുറച്ച് കിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എക്സാം വേണമല്ലോ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ ഒരു എക്സാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത 3rd 4th മൊഡ്യൂൾ തുടങ്ങാനായിട്ട്. അപ്പൊ അതുകൊണ്ട് വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സ് ഞാനും ജിഷ് ടീച്ചറും കൂടി അത് ഡിവൈഡ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇന്നത്തോടുകൂടി കഴിഞ്ഞു. ഇനിയുള്ള ദിവസം ഇപ്പൊ എത്ര ദിവസം നമുക്ക് റിവിഷൻ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നവരേക്കും നമുക്ക് ഇനി റിവിഷൻ തന്നെ ചെയ്യാം. റിവിഷൻസ് ഒക്കെ ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം, ഓരോ ചാപ്റ്റർ വൈസ് തന്നെ പഠിക്കാം. അപ്പൊ നമുക്ക് മാക്സിമം ഈ ഒരു ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് പഠിക്കാൻ നോക്കാം. നമ്മുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, എത്ര ചാപ്റ്റർ നമ്മൾ എടുത്തു, എത്ര എക്സാമിനുണ്ടെന്നൊക്കെ അറിയാലോ. അപ്പൊ ഓരോ ചാപ്റ്റർ നമുക്കത് ഇപ്പൊ നിങ്ങൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി, ബ്ലഡ് ബാങ്ക്, അതിന്റെ 3 ചാപ്റ്റർ ജസ്റ്റ് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകാം. നമുക്കത് ഓരോ പറ്റുന്ന രീതിയിൽ നമുക്കത് റിവിഷൻ ചെയ്ത് തന്നെ പോകാം. ഓക്കെ, നാളെ കൊണ്ട് അശ്വതി ടീച്ചറിന്റെ കഴിക്കും. പിന്നെ ഈ 10 സെക്കൻഡ് ഒക്കെ കുഴപ്പമില്ല. ഇനി 3rd 4th വരുമ്പോ ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറവാണ്, പക്ഷെ പേജസ് കൂടുതലുണ്ട്. ഇതൊക്കെ നമുക്ക് മാക്സിമം 10-12 പേജൊക്കെ ഉള്ളൂ. മറ്റത് കണ്ടന്റും കുറച്ച് കൂടുതലാണ്. ഫസ്റ്റ് സെക്കൻഡ് വെച്ച് നോക്കുമ്പോ 3rd 4th കുറച്ചും കൂടി ടൈം നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോ എന്താ പറയാ ഇങ്ങനെ ടീച്ചറിന്റെ ആണെങ്കിലും ചാപ്റ്റർ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എടുത്തത് വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ എക്സാം ഒക്കെ എന്തൊക്കെയാന്നുള്ളത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ അതുവരേക്കും നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ റിവിഷൻ തന്നെ ചെയ്യാം. ഓക്കെ അല്ലേ? okay teacher, Okay. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. okay teacher, thank you. നോക്കിക്കോളണം കേട്ടോ. ഓക്കെ, നമുക്ക് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ഏരിയയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അന്നേരം പറയാം. ഓക്കെ, താങ്ക് യു. Thank you teacher.